അമൂല്യമായ പുരാവസ്തുക്കൾ പലപ്പോഴും കണ്ടെത്താറുണ്ട്. ഇക്കൂട്ടത്തിൽ കപ്പൽ തകർച്ചകളുടെ ശേഷിപ്പുകളും ഉൾപ്പെടും. ഇതുവരെ കണ്ടെത്തിയ കപ്പൽ തകർച്ചകളിൽ വളരെ പ്രശസ്തമാണ് 2008 കണ്ടെത്തിയ ഒരു പോർച്ചുഗീസ് കപ്പൽ. തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നെമീബ് മരുഭൂമിയിലാണ് ഇത് കണ്ടെത്തിയത്. ഇവിടെ വജ്രഖനനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളിലാണ് ഈ കപ്പൽ കണ്ടെത്തിയത്. 1533 മാർച്ച് 7 പോർച്ചുഗലിൽ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതാണ് ഈ കപ്പൽ. ഇതിന്റെ തകർച്ചയിൽ നിന്ന് 2000-ഓളം സ്വർണ്ണ നാണയങ്ങളും ചെമ്പുകട്ടകളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്ന് അറിയപ്പെടുന്ന നെമീബ് മരുഭൂമിയിലെ പഴക്കം ഏകദേശം 5.5 കോടി വർഷം വരും. ഇവിടെ ഒരുപാട് കപ്പൽ അപകടങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നെമീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഊഷ്മളമായ മേഖലകളിൽ ഒന്നാണിത്. 3 രാജ്യങ്ങളിലായി 81,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തദ്ദേശീയമായ നാമഭാഷയിൽ നെമീബ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുമില്ല എന്നതാണ്. വേനൽക്കാലത്ത് 45 ഡിഗ്രി വരെ ചൂട് ഉയരുന്ന ഇവിടെ രാത്രിയിൽ വെള്ളം ഐസാവുന്ന തണുപ്പ് ഉടലെടുക്കും. ജീവയോഗ്യമല്ലാത്ത കടുത്ത സാഹചര്യങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഓറിക്സ്, സ്പ്രിംഗ് ബോക്സ്, ചീറ്റ, കഴുതപ്പുലി, സീബ്ര, ഒട്ടകപ്പക്ഷികൾ തുടങ്ങിയ ജീവികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. നെമീബ് മരുഭൂമിയുടെ 500 കിലോമീറ്ററോളം തീരഭാഗം സ്കെൽറ്റൻ കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്രാവുകളുടെ ധാരാളം അസ്ഥികൂടങ്ങളും ആയിരക്കണക്കിന് തകർന്ന കപ്പലുകളും കാണാം. ഈ പ്രദേശത്ത് കടുത്ത മഞ്ഞ് ഉടലെടുക്കുന്നതിനാലാണ് ഇവിടെ കപ്പലപകടങ്ങൾ നടക്കാൻ കാരണമായത്. കാലക്രമേണ ഇതൊരു മരുഭൂമിയായി മാറുകയായിരുന്നു. ചൊവ്വാഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിയാണ് നെമീബ് മരുഭൂമിയിൽ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാട്. ഇവിടെ ഒരുപാട് ട്രഷേഴ്സ് കണ്ടെത്താനുണ്ടെന്നാണ് പലരുടെയും വിശ്വാസം. ഏതായാലും ട്രഷർ ഹണ്ടിനൊക്കെ താല്പര്യം നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി നേരെ വിട്ടോളൂ നെമീബ് മരുഭൂമിയിലേക്ക്.